അതേടി ഞാൻ തന്ന. എന്റെ കൈ വിട. വേഗം പോരെ വീട്ടിട്ട്, നിനക്ക് കാണണ്ടേ നിന്റെ അമ്മാവനെ. അതാരാ? എന്താ പറ്റിയേ? ഒന്നുമില്ല. ആഹാ, ഇന്ന് നേരത്തെ വന്നല്ലോ. എനിക്ക് വീട്ടിൽ പോണം. എന്നാടി പറ്റിയേ? അയാൾ എന്റെ പൈസ കേട്ട് എന്റെ അമ്മാവനെ കൊന്നളഞ്ഞു. എല്ലാരും എന്നെ ഒറ്റയ്ക്കാക്കി പോകുക. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാരും? ഞാനിനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന? ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ? വെള്ളം വല്ലതും മേടിക്കണോ? ആദ്യം വാടാ, നമുക്ക് തൊഴുതിട്ട് വീട്ടിൽ പോകാം. ആടാ വാ പോകാം. എന്നാലും കൊച്ചിനെന്താവോ പറ്റിയേ? അതൊക്കെ നിന്നെ നമ്മൾ അന്വേഷിക്കാൻ നിൽക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വന്നതല്ലേ. ഞാനൊന്ന് ചോദിച്ചോളൂ പൊന്നെ. നിന്നെ കല്ലിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഇച്ചിരി കൂടുതലാ. കണ്ടിച്ചോരയില്ലാത്ത 2 പരട്ടകൾ. പരട്ടതിന്റെ തന്താ അച്ഛന് പറയുന്നോടാ. ഞാൻ പോകാം, നീ വരണെങ്കി വാ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പുല്ല് ആടി പറയ്. എടാ ആരവ് നിന്റെ കൂടെ ഉണ്ട്? അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇവിടെ ഇല്ലടി, ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നാ. ആടാ വിളിച്ചിട്ട് എന്നെ ഫോണിലേക്ക് വിളിക്കാൻ പറയേ. ശരി. എടി ഇന്ന് തന്നെ പോണ, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞിട്ടായാലും ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോകുന്നു. ആ വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നിട്ട് എനിക്ക് എന്തുവാ കിട്ടുന്നത്? അതല്ല, നീ മെന്റലി ഒന്ന് ഓക്കെ ആയിട്ട്. ഓക്കെ ആവാൻ അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. ഇനിയിപ്പോൾ തന്നെ ഞാൻ വീണാത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ അത് ഞാൻ അവന് അവസരം കൊടുക്കുന്ന പോലെ ആയിപ്പോവും. ഇനിയിപ്പോൾ എന്നെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോ. നീ ചെല്ലുപോക്കോ, ഞാൻ വൈകിട്ട് വരാം. ആടാ ശരി, ബൈ. ആ എൻ്റെ കയ്യിൽ നിന്ന് വിട്. തനിക്കെന്നെ ചെവി കേട്ടു. ഓ പിന്നെ കേക്കാലോ, നന്നായിട്ട് കേക്കാം. പക്ഷെ ഇപ്പൊ നിന്നെ വിടാൻ ഉദ്ദേശമില്ല. ദേ ഞാനൊന്നും പറയുന്നില്ലെന്ന് വിചാരിച്ച് എന്നെ തല കയറിയിരുന്ന് നിരങ്ങാന്ന് വിചാരിക്കരുത്. മര്യാദയ്ക്ക് മാറിയിരുന്നു. മാറോ? നീ എന്തിനാ ഇന്നലെ കരഞ്ഞെന്നും അവൻ ആരാന്നും പറഞ്ഞോ ഞാൻ മാറാം. പറ്റില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യം ആരോടും പറയുന്നത് താല്പര്യമില്ല. അത് പിന്നെ ആരെങ്കിലും കത്തി കൊണ്ട് കഴുത്തി വെച്ചിട്ടായാലും ഞാൻ പറയാൻ പോകുന്നില്ല. ശരി, നീ പറയണ്ട. എന്നാൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അതിനുള്ള ആൻസർ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. നീ നാളെ നിന്റെ ഹസ്ബൻഡിന്റെ പോസ്റ്റ് കൊടുത്ത ഒരാളെ പറഞ്ഞില്ലായിരുന്നോ? അത് ശരിക്കും നിന്റെ ആരാ? അവൻ എൻ്റെ ആരും ആയിക്കോട്ടെ, തനിക്ക് എന്താ അതറിഞ്ഞിട്ട് കിട്ടാൻ പോകുന്നു? സമാധാനം. ഇത് ആദ്യേ എടാ എനിക്ക് പോണം. കൈവിട്. അവള് പോട്ടിങ് വാ. എടാ ആരവന് എന്താ പറ്റിയെന്നറിയാം. അവൻ എന്നോട് ഭയങ്കര വിയേർഡായിട്ട് പെരുമാറുന്നേ. അത് നിന്നോട് പറ. നിനക്ക് ഇതിനു മുന്നേ വല്ല റിലേഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. എന്നിട്ട് അത് എങ്ങനെയായിരുന്നു അവസാനിച്ചത്? ഏയ് നീ ഇനി അത് പറഞ്ഞു കഷ്ടപ്പെടുവൊന്നും വേണ്ട. എന്താ ഉണ്ടായെന്നല്ല അവന് നല്ല വ്യക്തമായിട്ടറിയാം. ആരവായിട്ടുള്ള റിലേഷൻ്റെ ഇടയ്ക്ക് തന്നെ നീ അവൻ്റെ കൂടെ കിടക്കാൻ പോയെന്നും അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം നിന്റെ മുൻ കാമുകം വീഡിയോ സഹിതം ആരവിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എടാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. നീ ഇനിയൊന്നും പറയണ്ട. നിനക്ക് ഇനിയൊരു വോയിസ് ഇല്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് ആദ്യം ആരവിൻ്റെ അടുത്ത് പറയണമായിരുന്നു. അല്ലാതെ അവനെ വെച്ചോണ്ട് ഈ പണി കാണിച്ചതിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണ്ട. അത് ഞാൻ ഒരിക്കലും അത് വേണമെന്ന് വെച്ചിട്ടല്ല. ആദേ ആടേ വരുന്നു. ഞാൻ പറയുന്നത് വേണ്ട. ഞാൻ കണ്ടത് വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എടാ നീ അവൻ കാണിച്ചു തന്ന കാര്യം മാത്രം കണ്ട് വിശ്വസിക്കരുത്. ഞാൻ പറയുന്നോടൊന്ന് കേക്ക്. ഇതെന്തിനേലും പ്രശ്നത്തിന്റെ പിറകിൽ ഉണ്ടായതാന്ന് പറയാൻ വരുന്നെങ്കിൽ വേണ്ട. ഞാൻ നിന്നോട് ഒരു 100 വട്ടം ചോദിച്ചതാ, നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്ന്. നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഞാൻ ഫുഡ് കൊണ്ടുപോകുന്നില്ല. നിനക്ക് ക്യാൻറ്റീനിൽ പോയി കഴിക്കാൻ മേലേ?
ഇല്ല മേല, ഞാൻ കഴിക്കണോ വേണ്ടിയൊന്ന് ഞാൻ തീരുമാനിച്ചോളാം. കൂടുതൽ ഭരിക്കാൻ വരണ്ട. നിനക്ക് സീനിയേഴ്സിനെ തീരെ ബഹുമാനമില്ലേ? ബഹുമാനം കൊടുക്കേണ്ട സീനിയേഴ്സിന് ഞാൻ ബഹുമാനം കൊടുക്കും, അല്ലാതെ തനിക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല. ആണോ? നീ പിന്നെ ഏത് സീനിയേഴ്സിനാ ബഹുമാനം കൊടുക്കാൻ പോകുന്നു? മാറി നിൽക്ക്. ഞാനൊന്നും പറയുന്നില്ലെന്ന് വിചാരിച്ച് അത് എന്തിനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത്. നിന്റെ പെർമിഷൻ മേടിച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഞാൻ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ലല്ലോ ഇന്ന്. സീനിയർ ഏട്ടൻ്റെ പോക്കൊക്കെ എങ്ങടാന്ന് എനിക്ക് മനസ്സിലായി. അതിവിടെ നടക്കത്തില്ല. ദേവണ്ണേ, ഞാൻ ഇതുവരെയായിട്ടൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. നീ ആയിട്ട് എനിക്ക് ഐഡിയ ഇട്ട് തരരുത്. എൻ്റെ സ്വഭാവത്തിന് ഞാൻ വിചാരിച്ചാലും അപ്പുറമായിരിക്കും താൻ വിചാരിച്ചിട്ടുണ്ടാവുക. എന്നിട്ടൊന്നും വിചാരിച്ചില്ല എന്ന് പോലും. ഷോ, ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കി കളഞ്ഞു. ഇത് മനസ്സിലാക്കാൻ അതിന് അത്ര സമയമൊന്നും വേണ്ട. അത് ശരി, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ? ആടാ, ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഇങ്ങ് വന്നതാ. എന്നാടാ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല. ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോകുക. നീ പറ്റുമെങ്കിൽ വൈകുന്നേരം വീട്ടിട്ട് വാ. എന്തിയാടാ, നീ ഓക്കെ അല്ലേ? പിന്നെ അല്ലേന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ ഇപ്പൊ നടക്കുന്ന. എന്നൊരു കാര്യം ചെയ്യാം, ഞാനും വരാം. എന്ത് കാര്യത്തിന്? നീ ഇവിടെ അങ്ങനെ ഇരിക്കുക. ഞാൻ എൻ്റെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ പോകുന്നുള്ളൂ. അതാ പറഞ്ഞേ ഞാനൂടി വരാന്ന്. നിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് അത്ര താല്പര്യമില്ല. നിന്നെ കൊണ്ട് തോക്കുള്ളൂലോടാ. എന്നാ നീ എന്നെ കോളേജിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നു? ഒന്നുമില്ല. എന്നാടി? ഒന്നുമില്ലാന്ന്. ഞാൻ പോകുക. ഇതപ്പോ മുതലാ അവള് നിന്നോട് പറഞ്ഞിട്ട് പോക്കൊക്കെ തുടങ്ങിയത്? എടാ, അതൊന്നുമില്ല, ചുമ്മാ തമാശക്ക് ചുമ്മാ ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ എടുത്തു വെച്ചിട്ട് ആ കൊച്ചിന്റെ ലൈഫിൽ കയറി തോന്നിയാസം കാണിക്കരുത് നീ. എങ്ങനെ ഉണ്ടായിരുന്നു കോളേജൊക്കെ? നന്നായിരുന്നു. ശരിക്കും അവിടെ ഭയങ്കര സമാധാനം. എന്നെ മനസ്സിനലട്ടുന്ന കാര്യമൊക്കെ ഞാൻ മറക്കും. എല്ലാം ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യം ഒറ്റയടിക്കങ്ങ് മറക്കും. അത് നിന്റെ മുഖം കണ്ടാ അറിയാം. എൻ്റെ കേരം തമ്പുരാട്ടി കിടന്നോ, ഞാൻ പോവുക. ഗുഡ് നൈറ്റ്. ആദ്യം എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. നീ എത്ര നേരാന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്ന? നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. വാ, നമുക്ക് പോവാം. വായ നോക്കിക്കോട്ടെ, ക്ലാസ്സിൽ പോടി. ചേച്ചി, എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല. ശരി. പിന്നെ എന്തേലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഞാനിത് കൂടുതലൊക്കെ അനുഭവിച്ചേക്കുന്ന കാരണം എന്ത് പറഞ്ഞാലും ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കുമെന്നൊന്നും വിചാരിക്കണ്ട. കാരണം ഞാനിവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ 3 പേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഇപ്പം ആണെങ്കിൽ ചേച്ചി വേറെ, അവർ വേറെ. അതൊക്കെ കണ്ടിട്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നാൻ മാത്രം ഞാൻ അത്രയ്ക്ക് പൊട്ടിയൊന്നും അല്ല. പിന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. ഒറ്റയ്ക്ക് നടക്കുന്ന കണ്ടോണ്ട് ഞാൻ വന്ന് പറഞ്ഞേ ഉള്ളൂ. ബായ്, ക്ലാസ് ഉണ്ട്. ശരി. എവിടെ പോവാടി? എൻ്റെ അമ്മൂമ്മനെ കെട്ടിക്കാൻ. എന്തിയേ? ഇതെങ്ങോടാണ്? നീ ഇന്നും ഫുഡ് കൊണ്ടുപോകുന്നില്ലേ? ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫുഡ് തരാം. എന്നാത്തിന്? എന്തൊക്കെയായാലും ആരുമില്ലാത്ത കാരണം ഞാൻ ആ ഫുഡ് മൊത്തം കഴിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കുറച്ച് കാണുമെന്ന് ചോദിച്ചോളൂ. അയ്യോടി, താൻ നിന്നെ ബാക്കി ഞാനാരും തൻ്റെ ഭാര്യയാ? അതെന്നാ, ഭാര്യ മാത്രമേ കഴിക്കുള്ളൂ? അല്ല, അങ്ങനെയാണല്ലോ ഒരു കേട്ട് കേൾവി. ഓ ഓ ഓ, അത് മറ്റേതല്ലേ, മറ്റേ പാല്. ഇത് ചോറാ. എന്തായാലും ആയിക്കോട്ടെ. എവിടെ പോവാടി? തനിക്ക് എന്നെ തന്നെ തനിക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഉണ്ടെങ്കിൽ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കും. അല്ലാണ്ട് എന്നെ നെഞ്ചത്തോട്ടല്ല കയറണ്ട. ഓ, പക്ഷെ എനിക്ക് നിന്റെ നെഞ്ചത്തോട്ടൊക്കെ കയറാൻ ഇഷ്ടമെങ്കിലോ? അപ്പോഴോ? അപ്പൊ ഞാൻ കൈ നിവർത്തി കരണം നോക്കി വന്നങ്ങ് തരും. അപ്പൊ ഇതങ്ങ് തീർന്നോളൂ. ആ, പിന്നല്ല, ഇങ്ങനെ വേണം. ആയിക്കോട്ടെ മാഷെ.
എടാ ഇതാരിത്? വായോ ഇവിടെ ഇരിക്കി. എനിക്ക് നിന്നോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓ അതിനെന്നാ ചേച്ചി ഇവിടെ ഇരിക്കി. അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ മാറിക്കടി പുല്ലി, അല്ലെങ്കിൽ നിന്റെ മുഖത്തിരിക്കാൻ എന്റെ കൈ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാ നീ?